CTET ആയിക്കോട്ടെ, UGC നെറ്റ് ആയിക്കോട്ടെ, RRB ആയിക്കോട്ടെ, ഈ പരീക്ഷകളെല്ലാം നിരന്തരമായി ചോർന്നിട്ടുണ്ട്. കഴിഞ്ഞ 2015 നീറ്റിൽ ചോർച്ചയായിരുന്നു, ലീക്കായിരുന്നു. 2016 വീണ്ടും നീറ്റ് ലീക്കായിരുന്നു. അപ്പോൾ സർക്കാർ കൊണ്ടുവന്നതാണ് NTA അല്ലെങ്കിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറഞ്ഞൊരു ഏജൻസി. ആ ഏജൻസി ഒരു രജിസ്ട്രേഷൻ സൊസൈറ്റീസ് ആക്ടിന്റെ അകത്ത് ഒരു സൊസൈറ്റി ആയിട്ട് മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നവരാണ്. അതായത് നിയമപരമായ സാധ്യതയുള്ളവരൊന്നല്ല, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല. ആ ഏജൻസി ഔട്ട്സോഴ്സ് ചെയ്തുകൊണ്ടാണ് ഇന്ന് എല്ലാ പരീക്ഷകളും നടത്തുന്നത്. NTA വന്നതിന് ശേഷം 2019 പരീക്ഷകളിൽ നീറ്റിന്റെയും JEEയുടെയും പരീക്ഷകൾ ഏറ്റെടുക്കാൻ NTA എടുക്കുന്നത്. അതിനുശേഷം 2021 നീറ്റ് ലീക്കായി, 2024 നീറ്റ് ലീക്കായി, 2025 നീറ്റ് ലീക്കായി, 2026 നീറ്റ് ലീക്കായി. അതായത് കഴിഞ്ഞ 3 വർഷം തുടർച്ചയായി നീറ്റ് ലീക്കായി. 2021 CTET ലീക്കായി, 2021 ഇന്ത്യൻ ആർമിയുടെ പരീക്ഷ ലീക്കായി, 2021 RRB പരീക്ഷ ലീക്കായി, 2021 OGC CSIR നെറ്റ് ലീക്കായി, UGC നെറ്റ് ലീക്കായി. ഇതിങ്ങനെ നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുക. ഇത് നമ്മൾക്ക് പലപ്പോഴും തോന്നും എവിടെയോ ആർക്കൊക്കെയോ നടക്കുന്ന ഒരു കാര്യങ്ങളായിട്ട്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബിഹേവിയർ ആയിട്ട് ചിലപ്പോൾ അവിടെ ലീക്കായി. ഈ വർഷം നടന്ന പേപ്പറുകളിൽ ഒരു നീറ്റിന്റെ പേപ്പർ പോയത് 30 ലക്ഷം രൂപയ്ക്കാണ്. 30 ലക്ഷം രൂപ കൊടുത്താൽ ഒരു പരീക്ഷ പേപ്പർ ഇന്ന് കിട്ടും. അതിന്റെ പുറകിൽ പങ്കെടുക്കുന്ന ഒരു വലിയൊരു മാഫിയുണ്ട്. ഈ ലീക്ക് നടക്കുന്നത് ഒരിടത്തല്ല. ഈ ലീക്ക് നടക്കുന്നത് ഈ പരീക്ഷ സെറ്റ് ചെയ്യുന്നിടത്ത് നടക്കുന്നുണ്ട്, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നിടത്ത് നടക്കുന്നുണ്ട്, ഇത് പ്രിന്റ് ചെയ്യുന്നിടത്ത് നടക്കുന്നുണ്ട്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നിടത്ത് നടക്കുന്നുണ്ട്, വേരഹൗസിൽ നടക്കുന്നുണ്ട്, പരീക്ഷയുടെ അകത്ത് തന്നെ വരെ നടക്കുന്നുണ്ട്. ഈ പേപ്പറിന്റെ ലീക്ക് കിട്ടിയിട്ടും എന്നാലും ഈ 150 ക്വസ്റ്റ്യനുകൾ പഠിക്കണമല്ലോ, അതിനും പോലും പറ്റാതെ സോൾവർ ഗ്യാങ്ങുകൾ അതിനുവേണ്ടി തന്നെ ആൾക്കാരെ കാശ് വെച്ച് പരീക്ഷ എഴുതിപ്പിച്ച് നീറ്റിന്റെ മാർക്കുകൾ മേടിക്കുന്ന കുട്ടികളുണ്ട്. ഈ ലീക്ക് നടക്കുമ്പോഴും പലയിടത്തുനിന്നും ഇതിനൊരു അവസരമായി കയറി വരുമ്പോഴും ആർക്കാണ് അവസരങ്ങൾ നഷ്ടമാകുന്നത്? അവസരങ്ങൾ നഷ്ടമാകുന്നത് ഈ നാട്ടിൽ ഇല്ലാത്ത കാശ് ഉണ്ടാക്കി ആ കുട്ടികളെ പഠിപ്പിക്കുന്ന കുടുംബങ്ങൾക്കാണ്. 10-12 മണിക്കൂർ ഇരുന്ന് പഠിച്ച് ഒരു പ്രതീക്ഷയും ഒരു വിശ്വാസത്തിന്റെ മുകളിൽ മാത്രം 10-12 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്ന കുട്ടികൾക്കാണ്. ഈ കുട്ടികൾ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട്, ഈ വർഷത്തെ കാര്യം പറയുവാണെങ്കിൽ ഈ കുട്ടികൾ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് ഈ പ്രാവശ്യവും പേപ്പർ ലീക്കായി എന്ന് പറയുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഒരു കുട്ടി 2026 പരീക്ഷ കഴിഞ്ഞിട്ട് സ്വന്തം അച്ഛനമ്മയ്ക്ക് ഒരു കത്ത് എഴുതിയിരിക്കുകയാണ്. അതായത്, പ്രിയപ്പെട്ട അച്ഛ, പ്രിയപ്പെട്ട അമ്മേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പഠിച്ച് ഡോക്ടറാവാൻ ശ്രമിച്ചു. ഈ പ്രാവശ്യത്തെ പരീക്ഷ നല്ലപോലെ പോയി. പക്ഷേ ഇനി ഒരു പരീക്ഷയും കൂടെ എഴുതാനുള്ള കഴിവ് അല്ലെങ്കിൽ ക്ഷമത അല്ലെങ്കിൽ അതിനുള്ളൊരു മനസ്സ് എനിക്കില്ല, എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്ത ഒരു കുട്ടിയുണ്ട് ഈ വർഷം. ഇന്ന് കേരളത്തിൽ തന്നെ ഒരു കുട്ടിയുണ്ട് ആത്മഹത്യ ചെയ്തത്. ഈ കുട്ടികൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നുള്ള, എവിടെയോ ആരൊക്കെയോ ലീക്ക് ചെയ്യുന്നു, എവിടെയോ ആരൊക്കെയോ കാശ് മേടിക്കുന്നു, നഷ്ടപ്പെടുന്നത് നമ്മുടെ കുട്ടികൾക്ക്. അത് പരീക്ഷകളുടെ അവസരമായിക്കോട്ടെ, കോളേജിൽ പഠിക്കാനുള്ള അവസരമായിക്കോട്ടെ, ജോലികൾ മേടിക്കാനുള്ള അവസരമായിക്കോട്ടെ. ഈ ഒരു വ്യവസ്ഥക്കെതിരെ കഴിഞ്ഞ 5 വർഷമായി 2021 തൊട്ടുള്ള ലീക്കിന്റെ കണക്ക് പറഞ്ഞു. 2021 തൊട്ട് കേന്ദ്രത്തിൽ HRD മിനിസ്റ്റർ ആയിരിക്കുന്ന ശ്രീ ധർമ്മേന്ദ്ര പ്രധാനാണ്. നമുക്കറിയാം, 1-2 പരീക്ഷ, ഒരു പരീക്ഷ ലീക്കായാൽ കൂടെ നമ്മൾ തെരുവിലിറങ്ങും. ഇവിടെ ആ മന്ത്രിയെ നമ്മൾ അനുവദിക്കില്ല മുന്നോട്ട് പോകാൻ. അതേസമയം കഴിഞ്ഞ 5 വർഷത്തിൽ 12ഓളം പരീക്ഷകൾ ലീക്കായ ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ ഇന്നും മന്ത്രിയായി തന്നെ തുടരുകയാണ്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ശ്രീ നരേന്ദ്രമോദിയോട്, നിങ്ങൾക്ക് പ്രധാനാണോ പ്രധാനം, അതോ കുട്ടികളാണോ പ്രധാനമെന്നാണ്? കുട്ടികളുടെ ഭാവിയാണോ പ്രധാനമെന്നാണ്? അത് തീരുമാനിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് പല രീതിയിലുള്ള ഡീലിങ്സ് ഉണ്ടാവും അദ്ദേഹമായിട്ട്. പക്ഷേ ഈ ജനങ്ങളുടെ, ഈ കുട്ടികളുടെ ഭാവി വിറ്റുകൊണ്ട് ഒരു മന്ത്രിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് എത്ര നേരം നീതികേടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ആദ്യം ശ്രീ രാഹുൽ ഗാന്ധി കോട്ടയിൽ കുട്ടികളുമായിട്ട് ഒരു സംവാദം തുടങ്ങിയിരുന്നു. ആ തുടങ്ങിയ സംവാദത്തിൽ പല കാര്യങ്ങളും വന്നു. കുട്ടികളോടൊരു കോൺവെർസേഷൻ പോലെ വന്നു. അതിൽ വന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ പറഞ്ഞ പോലെ ഈ ലീക്കിന്റെ പ്രശ്നങ്ങൾ. രണ്ടാമതെന്ന് പറഞ്ഞാൽ, ഒരു കോച്ചിങ്ങിന്റെ ബജറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യൻ എഡ്യൂക്കേഷന്റെ ബജറ്റിന് തുല്യം അല്ലെങ്കിൽ അതിൽ കൂടുതലുമായി മാറിയിരിക്കുകയാണ്. ആ രീതിയിലുള്ള ഒരു സിസ്റ്റത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. 1000 കുട്ടികൾ കോളേജ് പാസ്സായി കഴിഞ്ഞാൽ ഒരു 12ഓളം കുട്ടികൾക്ക് മാത്രമാണ് ജോലി കിട്ടുന്നത്. ആ രീതിയിലുള്ള ഒരു വ്യവസ്ഥയിലോട്ട് ഇന്ന് ഇന്ത്യയുടെ വിദ്യാഭ്യാസവും ഇന്ത്യയുടെ തൊഴിൽ രംഗവും മാറിക്കഴിഞ്ഞു. ഇതിൽ പല സജഷൻസും ശ്രീ രാഹുൽ ഗാന്ധിയുമായി അന്ന് ചർച്ചയിൽ അല്ലെങ്കിൽ പങ്കെടുത്ത കുട്ടികൾ പറയുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് രാജ്യത്തുടനീളം 28ഓളം നഗരങ്ങളിൽ 28 സംസ്ഥാനങ്ങളിലും ഒരു രാജ്യവ്യാപകമായ സമരം, അത് ഒരു ദിവസത്തെ സൂചനാ സമരം മാത്രമല്ല,
ഒരു മാസങ്ങളോളം തുടർന്ന് നിൽക്കുന്ന ഒരു സമരം ചെയ്യണമെന്ന് കോൺഗ്രസ് തീരുമാനിച്ചതിനാണ്. ഈ കുട്ടികളോട് കേരളത്തിൽ ജനങ്ങളോട് മറ്റാരുണ്ട് എന്ന് ചോദിച്ച ഒരു സർക്കാരിന് ജനങ്ങളുടെ കൂടെ നിന്ന് ഉത്തരം പറഞ്ഞ കോൺഗ്രസ് ആണ് കേരളത്തിലുള്ളത്. നിങ്ങൾക്കാരുമില്ല എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിനെതിരെ അതേ കുട്ടികളോട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്ത് ഈ കുട്ടികൾക്ക് ന്യായം മേടിച്ചു കൊടുക്കുകയും ഈ പരീക്ഷകളുടെ ലീക്കുകളുടെ ഉത്തരവാദിത്വം ആരാണോ ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹത്തെ രാജിവെപ്പിക്കുകയും ഇതിന്റെ പുറകിലുള്ള മുഴുവൻ മാഫിയയും ജയിലിലടക്കുന്നതും വരെ നമ്മൾ ഈ സമരം തുടരണമെന്നും അതിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണമെന്നും ഈ സമരത്തിന്റെ ഈ വേദിയിൽ നിന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്റെ നന്ദി. അതുപോലെ തന്നെ ഇതൊരു തുടക്കം മാത്രമാണ്. ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന നമ്മളുടെ സമരത്തിന്റെ തുടക്കമാണ്. ഓഗസ്റ്റ് 1 ഇവിടെ ഒരു വലിയ സമരം ഉണ്ടായിരിക്കും. അതിന്റെ ഡീറ്റെയിൽ പിന്നീട് വരുന്ന വക്താക്കൾ പറയുന്നതാണ്. ഓഗസ്റ്റ് 9 ശ്രീ രാഹുൽ ഗാന്ധി ഡൽഹി ചലോ എന്നൊരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ എല്ലായിടത്തും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ദില്ലിയിലെത്തും, കുട്ടികൾ അവിടെ എത്തും. ഈ സർക്കാരിനോട് പറയും ഇതിനി മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇതിനി മുന്നോട്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഇതിനുള്ള എന്ത് കാര്യമാണോ ചെയ്യേണ്ടത് അത് നമ്മൾ ചെയ്തിരിക്കുമെന്ന് വ്യക്തമാക്കാൻ ഒരു അവസരം കൂടിയാണത്. ആ സമരത്തിലും എല്ലാവരും പങ്കെടുക്കണം എന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്.